അടിപിടിയൊന്നല്ലല്ലോ. ഞാൻ വണ്ടി കൊണ്ട് പോയതാ. കേസാക്കേണ്ടി വരും. വണ്ടി കൊണ്ട് പോയതാ. വേദനയുടെ മരുന്ന് എഴുതിയിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരും. ഓ നല്ല വേദന. ഓ ആരാവരുന്നേ കോയട്ടുകൊണ്ടി പേരുണ്ടല്ലോ. എന്താ അടിപിടിയൊക്കെ ഉണ്ടാക്കിന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ്. അസ്സലാമു എന്താ എനക്ക് പറ്റി? അതൊന്നും പറഞ്ഞ മതിയല്ലേ. ചെറിയൊരു അടിപൊളിയൊക്കെ ഉണ്ടായി. ചെറുതായിട്ടൊന്നല്ലല്ലോ, അത് വലിയതുണ്ടല്ലോ. അതെ, നിങ്ങൾക്ക് അറിയാലോ, ഞാനും സുൽത്താനും ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പൊ ചെറിയൊരു പ്രേമത്തിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ തെറ്റി. അതില് ഞങ്ങൾ തമ്മിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രതികാരമാണ് ഈ കാണുന്നത്. സുൽത്താൻ ജയിലിൽ ഇറങ്ങിയതിന്? അല്ലേ, അവന്റെ പെങ്ങളുട്ടി കുളത്തിൽ നീന്താൻ അറിയാണ്ട വീണ് മുങ്ങി മരിച്ചല്ലേ. അതിനിപ്പോ അവൻ എന്തിനാ ജയിലിൽ പോണ്? ആ മുങ്ങി താവണ സമയത്ത് ഞാനത് കണ്ടുവന്നു. ഞാൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചാടിയപ്പോ ഞാൻ ആ കുട്ടിനെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവൻ വിചാരിച്ചു ഞാൻ ഈ കുട്ടീനെ മുക്കി കൊല്ലാന്നാ വിചാരിച്ചത്. എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമായിരുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു റബ്ബർ വെട്ടുകാരന് കല്യാണം കഴിച്ചു കൊടുക്കില്ല, അവന് നല്ല ലെവലിലെ ആൾക്കാർക്ക് ബിസിനസ്സുകാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. അപ്പൊ ആ ദേഷ്യത്തിന് ഞാൻ ഈ കുട്ടീനെ മുക്കി കൊന്നാണെന്നാണ് അവൻ കരുതിയത്. പക്ഷെ ആ കുറ്റം അവനെ ഏറ്റെടുത്തിട്ട് അവൻ ജയിലിൽ പോയി. ഇതാണ് സംഭവിച്ചത്. അപ്പോ അവന് പോയത് എന്നെ വന്നിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് തന്ന സമ്മാനമാണിത്. മദ്രസ പഠിക്കുന്ന കാലം മുതലേക്ക് നിങ്ങളെ അറിയാം. എന്താ ചെയ്യാ, തെറ്റിപ്പിരിയാന് അധികം കാരണങ്ങളൊന്നും വേണ്ട. അവനെ അസുഖ ഞാൻ അവനോട് സുൽത്താനോട് സംസാരിക്കണോ? വേണ്ട മതിയല്ലേ, പെട്ടെന്നൊന്നും അവന്റെ തെറ്റുകാരന് മാറില്ല. ഞാനാണ് ഇപ്പൊ കുട്ടിനെ കൊന്നോന്ന് പറഞ്ഞിട്ടാണ് അവൻ നടക്കുന്നത്. ഞാനത് ചെയ്യോ മതിയല്ലേ? ഇത് ചെയ്യാൻ പറ്റുമോ? എന്റെ ചങ്കിന്റെ പെങ്ങളല്ലേ. അത് അവനും കൂടി മനസ്സിലാക്കണ്ടേ. അസിയേ, എന്നാ ഞാനോട് പോവാ. നല്ല മഴയൊക്കെ ഇടിയൊക്കെ വരുന്നുണ്ട്. ശരി, ഒന്നും വേണ്ട. അസ്സലാമു അലൈക്കും. സുൽത്താൻ കാക്കാനെ കാണാനില്ലല്ലോ. നമ്മളിപ്പോ ഇവിടെ ഇരിക്കണെന്താ, സുൽത്താൻ എന്താ വിചാരിക്കാനാവോ? നമുക്ക് അങ്ങോട്ട് പോവാ, അവിടെ പോയിട്ട് കളിക്കാം. അസിക്ക, ഞാൻ കുടിക്കുക. സുൽത്താൻ കാക്ക എന്താ ചീത്ത അറിയും. കുറച്ചും കൂടി പറയാറുന്നു, അവള് പോയി. ഞാൻ ചാടണോ? ഈ പറഞ്ഞ സുൽത്താനെ, എന്താ പറയാനുള്ളത്? പറഞ്ഞോ. ഞാനും എൻ്റെ കുഞ്ഞിപ്പങ്ങളും നമ്മളൊക്കെ ഒന്നിച്ച് കളിച്ചോളുന്ന ആൾക്കാരാണ്. അപ്പൊ നിനക്ക് അവളെ ഇഷ്ടമാന്നൊക്കെ എനിക്കറിയായിരുന്നു. അസിയെ, ഈ അത് മറന്നോ? ഞാൻ അവളെ നല്ല രീതിയിൽ കെട്ടിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പൊ മുറിയണ്ട വെച്ചിട്ടാ പറയണം. സുൽത്താനെ, ഈ വിചാരിക്കുന്ന പോലെ തമാശക്കുള്ളൊരു ഇഷ്ടമല്ല ഞങ്ങൾ തമ്മിൽ. അസിക്ക് ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താന്നുള്ളത്. അത് എനിക്ക് അവളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കണം ആഗ്രഹം. അത് ഈ റബ്ബർ വെട്ടർക്കൊന്നും കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാ പോവാ. സുൽത്താനെ, ആരാ? ഞാനാ കോട്ട മുസ്ലിരാണേ. എന്താ സുൽത്താനത് താടി മുടിയൊക്കെ വളർത്തിയിട്ട്? എന്താണ് പറ്റി? ഞാനേ നന്നായി ഒന്ന് കടന്നു.
പണ്ട് നമ്മളങ്ങനെ ഇവിടെ വന്നിരുന്നല്ലോ, അങ്ങനെ കടന്നു പോയതാ. എന്തൊക്കെയോ കുറെ ദുസ്വപ്നങ്ങളൊക്കെ കണ്ടു. സുൽത്താനെ ആ കാലം നിറക്കി വെച്ചാ ഞാൻ ഇവിടെ ഇരിക്കട്ടെ. സുൽത്താനെ ഞാൻ വന്നത് എന്താണെന്നറിയോ? ഞാൻ ഇപ്പോ അസിലെ വീട്ടിൽ നിന്നാ വരുന്നത്. അവിടെ ഇജ്ജ് അവനെ നന്നായി പെരുമാറിയതിന്റെ ലക്ഷണം കാണുന്നുണ്ട്. തലക്കും കാലിനൊക്കെ നല്ല മുറി പറ്റിയിട്ട് നല്ലതാ. ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ കശപിശുണ്ടായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം സാധാരണ മുങ്ങിമരണാന്നാ പറഞ്ഞത്. പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ തമ്മിൽ ഈ കശപിശ അത് ശരിയല്ല. നിങ്ങള് അന്റെ പെങ്ങള് അവന്റെയും കൂടി പെങ്ങളാ, മനസ്സിലായോ? അങ്ങനെയാണ് നിങ്ങൾ വളർന്നിരുന്നത്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ടായത് അത് ശരിയല്ല കേട്ടോ, അത്രയൊക്കെ പറയുള്ളൂ. എന്താ സംഭവം എന്ന് എനിക്കറിയോ? അന്റെ പെങ്ങള് കുളിക്കാൻ പോയ ടൈമിൽ കാല് വഴുതി വീണ് മുങ്ങിത്താവുമ്പോ അസി കണ്ടുകൊണ്ട് വന്നു. രക്ഷിക്കാൻ നേരത്ത് മുടി പിടിച്ചപ്പോ ഇജ്ജ് വിചാരിച്ചു ഇജ്ജ് കണ്ടുകൊണ്ട് വന്നത് അവൾക്ക് അത് സംഭവം അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് ഞാൻ പിന്നെ അറിഞ്ഞത്. ഈ ആണെങ്കിൽ അറിഞ്ഞിട്ട് അണക്കുണ്ടാവുമല്ലോ, എന്റെ പെങ്ങളല്ലേ, ഓന്റെയും പെങ്ങളാണ്. വെള്ളത്തിൽ മുങ്ങിത്താവുമ്പോ നീ കരുതി അവൻ കെട്ടിച്ചു കൊടുക്കാത്തതിന്റെ ഇതിൽ മുക്കിക്കൊല്ലിയാണ്. അതാണ് സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സാധാരണ മരണമാണ് മനസ്സിലായപ്പോഴല്ലേ ഈ പുറത്തേക്ക് ഇറങ്ങിയത്. നിങ്ങൾ തമ്മിലുള്ള ഈ ഒന്നും അറിയാണ്ടുള്ള ഈ കശപിശ പിണങ്ങല് എന്തായി? സുൽത്താനെ ഇപ്പൊ പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നീ താടി മുടിയൊക്കെ ഒന്ന് വെട്ടി നിങ്ങളെ തെറ്റിദ്ധാരണൊക്കെ മാറി നിങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിക്കും. വലൈക്കും സലാം. അതേ ഇനി ഞാൻ കാണുമ്പോ ഈ കുളത്തിൽ കാണരുത്. അസിനൊന്ന് നേരിൽ പോയി കാണണം.